മാ അബ്ലഗുൽ ഇളാത്ത്, ഏറ്റവും നല്ല വഅദ് ഏതാണ് എന്ന് ചോദിച്ചാൽ ഏറ്റവും നല്ല വഅദ് ഏതാണ്? എന്താണ്? യൂട്യൂബിലൊക്കെ അങ്ങനെ പഠിച്ചാൽ കാണും, ദ ബെസ്റ്റ് സ്പീച്ച്, ദ ബെസ്റ്റ് ഇസ്ലാമിക് സ്പീച്ച്, ഏറ്റവും നല്ല ഇസ്ലാമിക പ്രഭാഷണം. വെറുതെ ഓരോരുത്തരോരോന്ന് എഴുതിവിടും. ഏറ്റവും വലിയ വഅദ് ഏതാണെന്നറിയോ? ഏറ്റവും നല്ല പ്രഭാഷണം ഏതാണെന്ന് അള്ളാഹുവിൻ്റെ സാത്വികരായ സുഹാദുകളോട് ചോദിച്ചപ്പോൾ അവർ കൊടുത്ത മറുപടി അന്നളുറു ഇലൽ അംവാത്ത്, മരിച്ചുപോയി കിടക്കുന്നവരെ നോക്കലാണ് ഏറ്റവും വലിയ പ്രഭാഷണമത്രേ. മരിച്ചുപോയവരെ നോക്കുക, മരണപ്പെട്ട് കിടക്കുന്ന മനുഷ്യനെ കാണുന്നത് ഏറ്റവും വലിയ പ്രഭാഷണമാണത്രേ. അബ്ലഗുൽ ഇളാത്ത് അന്നളുറു ഇലൽ അംവാത്ത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഓരോ രാത്രിയിലും കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെ വിളിച്ചു വരുത്തും. കൊട്ടാരത്തിലേക്ക്, മജ്ലിസിലേക്ക് ഫുഖഹാക്കളെ കൊണ്ടുവരും. എന്നിട്ട് അവരോട് പറയും, മരണത്തെക്കുറിച്ച് പറയിൻ. അന്നത്തെ ഫുഖഹാക്കൾ അങ്ങനെയാണ്. ഫുഖഹാക്കൾ മോശക്കാരായതുകൊണ്ടല്ല, പക്ഷേ ഫിഖ്ഹും സുഹുദും രണ്ടും കൂടെ കിട്ടുന്നത് ഒരു വലിയ സൗഭാഗ്യമാണ്. അത്തരം സൗഭാഗ്യമുള്ള ആലിമീങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ ചിലപ്പോഴെങ്കിലും ഫിഖ്ഹിൻ്റെ ഒരു പക്ഷത്ത് മാത്രം നിൽക്കുമ്പോൾ സുഹുദിൻ്റെ ഭാഗം മറന്നുപോകുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവർ ഫുഖഹാക്കളെ വിളിച്ചിട്ട് മരണത്തെ സംബന്ധിച്ച് ചിന്തിക്കാൻ വേണ്ടി പറയും. ഫയതദാകറൂനൽ മൗത്ത്, മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ. അതിലും വലിയൊരു വിഷയം എന്താ ലോകത്ത് വരാനുള്ളത്? ഒരു മനുഷ്യൻ്റെ മരണം ഒരു മനുഷ്യൻ്റെ ഖിയാമത്താണ്. ഇദാ ഹല്ല ബി അഹദിഹിമുൽ മൗത്ത് ഫഖദ് ഖാമത്ത് ഖിയാമത്തുഹു, ഒരു മനുഷ്യൻ്റെ മരണം ആസന്നമായാൽ അത് ആ മനുഷ്യൻ്റെ ഖിയാമത്താണെന്ന് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്, മനുഷ്യൻ ഈ കഷ്ടപ്പാടിലൂടെ ജീവിക്കേണ്ടവനാണ്. നമ്മൾ എത്ര സുഖസൗകര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാലും ഈ സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നുപോയേ പറ്റൂ. അതാർക്കും തട്ടിമാറ്റാൻ കഴിയില്ല. ഒരു ഉമ്മക്കും തൻ്റെ മകനെ മരണം ഒഴിവാക്കാൻ കഴിയില്ല. ഒരു പ്രിയപ്പെട്ടവനും തൻ്റെ പ്രിയപ്പെട്ടവളെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയില്ല. അത് അല്ലാഹുവിൻ്റെ തീരുമാനമാണ്. അവരിങ്ങനെ ഇരുന്ന് കരയുമത്രേ, വല്ലാത്ത കരച്ചിൽ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സജ്ജനങ്ങളുടെ സുഹ്ബത്ത് ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചു കിടക്കുമ്പോഴും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ ഉസ്താദിൻ്റെ സ്മരണിക നമ്മുടെ വിഖായ ടീം ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. ഉസ്താദിൻ്റെ ജീവിതം, ആ ജീവിതത്തിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ, അത് വായിച്ചവരൊക്കെ അത്ഭുതപ്പെടുകയാണ്. ഇത്രയും വലിയൊരു മഹാനെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഉസ്താദിനെ അത്രയങ്ങ് മനസ്സിലാക്കാനായില്ലല്ലോ എന്ന് സങ്കടപ്പെട്ട് കരയാണ്. ഉസ്താദിൻ്റെ ജീവിതം വരച്ചു കാണിച്ച ഒരു സ്മരണിക നമ്മുടെ കോളേജിലെ വിദ്യാർത്ഥികൾ ഇവിടെ മനോഹരമായി പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 200 കോപ്പി കൂടെ ബാക്കിയുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു കോപ്പിക്ക് ഒരു 200 രൂപയെങ്കിലും നിങ്ങൾ കൊടുത്തിട്ട് സ്വീകരിക്കണമെന്ന് സംഘാടകർക്ക് വേണ്ടി അറിയിക്കുകയാണ്. മഹാനായ അല്ലാമ അൽ-ലുബൈദി റഹ്മത്തുള്ളാഹി തആല അലൈഹി അബൂ ഇസ്ഹാഖുൽ ജുബ്നിയാനി എന്ന് പറയുന്ന ലോകപ്രശസ്തനായ ഒരു ആലിമിനെ പരിചയപ്പെടുത്തുകയാണ്. അബൂ ഇസ്ഹാഖുൽ ജുബ്നിയാനി മഹാനവറുകൾ മരിച്ചു കിടന്നപ്പോൾ തലയിണയുടെ താഴെ ഒരു ചെറിയ കടലാസിൻ്റെ കഷ്ണം കാണപ്പെട്ടുവെന്നാണ്. ഒരു ചെറിയ കടലാസിൻ്റെ കഷ്ണം. ആ കഷ്ണം മഹാൻ തന്നെ ഇമാം ജുബ്നിയാനി അവിടുത്തെ കരം കൊണ്ട് എഴുതിയ ചില വരികളാണത്. റജുലുൻ വഖഫ ലഹു ഹാത്തിഫ്, അതിലെങ്ങനെയാണ് എഴുതി വെച്ചത്? ഇതാ ഒരാൾ ഒറ്റയ്ക്കിങ്ങനെ നടക്കുമ്പോഴേ ആരോ പിറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, അഹ്സിൻ അമലക് ഫഖദ് ദന അജലുക്, നിന്റെ സമയമായിട്ടുണ്ട്, അതുകൊണ്ട് നിന്റെ അമലുകളൊക്കെ നന്നാക്കി ചെയ്തേക്കിൻ. നിസ്കാരം അതിൻ്റെ മുറക്ക് ഭവ്യതയോടുകൂടെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് നിസ്കരിച്ചേക്ക്. ഖുർആൻ ഓതാൻ സമയം കണ്ടെത്തേക്ക്. എൻ്റെ ഫേസ്ബുക്ക് ഇതൊക്കെ പൂട്ടി വെച്ചേക്ക്, കുറച്ച് ഖുർആൻ ഓത്.
എന്നൊരാൾ പിറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. മഹാൻ എഴുതി വെക്കുക, അതിൽ ഫേസ്ബുക്കൊന്നുമില്ല. അഹ്സിൻ അമലക്, നിന്റെ അമല് നന്നാക്കണം. ഫഖദ് ദനാ അജലുക്, നിന്റെ പോകാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ എന്നൊരാൾ പിറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. ഇത് ഒരു കടലാസിൽ എഴുതിയിട്ട് മഹാനായ അല്ലാമത്തുൽ ജുബ്നിയാനി അവരുടെ തലയണയുടെ താഴെങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അത് കണ്ടത്. അവരുടെ മകനാണ് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നുൽ ജുബ്നിയാനി. അവരുടെ മകൻ ജുബ്നിയാനി, തങ്ങളുടെ മകൻ അബ്ദുറഹ്മാൻ. എന്തെങ്കിലും ഉപ്പാക്ക് ഇബാദത്തിൽ ഒരു ഉന്മേഷക്കുറവ് എന്ന് പറഞ്ഞുകൂടാ, എന്നാലും ഒരൽപ്പം തളർച്ചയോ ക്ഷീണമോ തുടങ്ങിയാൽ മഹാൻ ആ കടലാസ് കണ്ട് എടുത്തിട്ട് അങ്ങനെ വായിക്കും. അത് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉന്മേഷമാണ്, പിന്നെ തളരാറില്ലായിരുന്നു. സെൽഫ് റിമൈൻഡർ, സ്വന്തത്തെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. ഈ ഓർമ്മിപ്പിക്കൽ സജ്ജനങ്ങളുടെ അടയാളമാണ്. നമ്മൾ തളരരുത്, മടി കാണിച്ചു പോകരുത്. മടി വരികയാണെങ്കിൽ അള്ളാഹുവിനോട് ദുആയിരക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ. പടച്ചവനെ മടി വരാതെ കാക്കേണമേ. മടി വരരുത്, അത് വലിയ അദാബാണ്. എല്ലാത്തിനും മടി. ഖുർആൻ ഓതാൻ മടി, സ്വലാത്ത് ചൊല്ലാൻ മടി, ദിക്ർ ചൊല്ലാൻ മടി, അതൊരു വലിയ പരീക്ഷണമാണ്. അള്ളാഹുവിനോട് കാവൽ ചോദിക്കാൻ പറഞ്ഞ കാര്യമാണ്. اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال. ما زال يلهج بالرحيل وذكره حتى أناخ ببابه الجمال فأصابه مستيقظا متشمرا ذا أهبة لم تلهه الآمال. യാത്ര പോവാനായി എന്ന് ഒട്ടകത്തിൻ്റെ കയറ് പിടിച്ച് ഒട്ടകത്തെ നടത്തുന്ന ഒരാൾ തൻ്റെ വീടിൻ്റെ മുമ്പിൽ വന്ന് ഒട്ടകത്തെ താഴ്ത്തി നിർത്തി കയറാൻ പറഞ്ഞതുപോലെ, കയറ് വണ്ടിയിലെന്ന് പറയുമ്പോൾ കയറുകയാണ്. فأصابه مستيقظا متشمرا ذا أهبة لم تلهه الآمال. പോവല്ലേ എന്ന് പറഞ്ഞ് റൂഹ് കൊണ്ടുപോകാനുള്ള വാഹനവുമായി അസ്റായീൽ അലൈഹിസ്സലാം മലക്കുൽ മൗത്ത് വീടിൻ്റെ വാതിൽക്കൽ വന്ന് നിൽക്കുമ്പോൾ فأصابه مستيقظا متشمرا, ഒരുങ്ങി റെഡിയായി കുപ്പായമിട്ട് ആ ഒരു മലക്കിനെയും കാത്തു നിൽക്കുകയായിരുന്നു. ദാ ഉഹ്ബത്തിൻ ലം തുൽഹിഹിൽ ആമാലു, അശേഷം മടിയോ ഒരൽപ്പമെങ്കിലും ഉന്മേഷമില്ലായ്മയോ ഒന്നുമില്ലാതെ സർവസജ്ജരായി ഊർജ്ജസ്വലനായി ആ ഒരു യാത്രക്ക് ഒരുങ്ങി നിൽക്കുകയായിരുന്നു അല്ലാമത്തുൽ ജുബ്നിയാനി. അതിനെ ഓർമ്മിപ്പിക്കാനാണ് റജുലുൻ വഖഫ ലഹു ഹാതിഫ് ഫഖാല ലഹു അഹ്സിൻ അമലക് ഫഖദ് ദനാ അജലുക്. ഇത് നമ്മൾ ഓരോരുത്തരും അവനവൻ്റെ കൂടെ കൊണ്ടു നടക്കേണ്ട ഒരു ഉപദേശമാണ്. ഒരാൾ ബാക്കിൽ നിന്ന് വിളിച്ചു പറഞ്ഞു അത്രേ, നിന്റെ അമലുകളൊക്കെ നന്നാക്കിക്കോ, സമയമായിട്ടുണ്ട്. ഇനി ഒരു നാൾ, ഇനി ഒരു മുഹറം 10, ഇനി ഒരു മുഹറം 11 നിന്റെ ജീവിതത്തിലേക്ക് വരാനില്ല, കഴിഞ്ഞു എന്ന് മരണത്തിൻ്റെ മലക്ക് നമ്മെ വന്ന് ഓർമ്മിപ്പിക്കുന്നു.